കെ.ടി. കുഞ്ഞിക്കണ്ണനുണ്ട്. ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ അത് ഏത് നിലയിൽ നേരിടണം എന്നുള്ളതിൻ്റെ ഒരു മാതൃക കേരളത്തിന് മുന്നിലുണ്ട്. പക്ഷേ നിലവിൽ വയനാട്ടിലെ സാഹചര്യം ഇതുവരെ നമ്മൾ കണ്ട് പരിശീലിച്ചതിനേക്കാളൊക്കെ അപ്പുറത്താണ്, നിയന്ത്രണാതീതമായ സാഹചര്യമാണ്. എങ്കിലും ഈ മണിക്കൂറുകളിലേക്ക് ഒരു പരിധിവരെ ആളുകളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരവുമാണ്. ഇനിയുള്ള മണിക്കൂറുകൾ അത് ഏത് നിലയിലാണ് സർക്കാർ സംവിധാനങ്ങൾ അത് ഏകോപിപ്പിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിലും എങ്ങനെയാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? എല്ലാ ആളുകളെയും കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, എല്ലാ ആളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും ഇതുപോലുള്ള നമുക്ക് പറഞ്ഞ് അറിയിക്കാനാവാത്ത ഒരു ദുരന്ത സംഭവത്തെ, പ്രത്യേകിച്ച് വളരെ പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വളരെ വൈഷമ്യമുള്ള ഒരു കാര്യമാണ്. അതിനുള്ള ഒരു പ്ലാനിങ്, ഇച്ഛാശക്തി ഈ കേരളം കാണിച്ചു എന്നുള്ളതാണ്. എല്ലാ വിഭാഗം, നമ്മുടെ ദുരന്ത നിവാരണ സേന, കേരളത്തിന്റെ ഫയർഫോഴ്സ്, പോലീസ്, കേന്ദ്ര വ്യോമസേന, അതേപോലെ തന്നെ നാവികസേന, ഇതിന്റെ എല്ലാം തന്നെ ഒരു സംയുക്തമായ ഓപ്പറേഷനാണ് ഈ ദുരന്തത്തിൽ ഇപ്പോൾ 70% വരുന്ന ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇപ്പോഴും കണക്കാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ശക്തികളെല്ലാം, ഈ വിഭാഗങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ ഒരു രക്ഷാപ്രവർത്തനം ഈ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ നടത്താൻ കഴിഞ്ഞു. ഇപ്പൊ മുണ്ടക്കൈയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അകലത്തുള്ള ഒരു അങ്ങാടിയാണ് ഈ ചൂരൽമല എന്ന് പറയുന്നത്. മുണ്ടക്കൈയാണ് ഈ ഉരുൾപൊട്ടലിന്റെ, ഈ മേഘസ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ ഈ ഉരുൾപൊട്ടൽ ചൂരൽമലയിലെ ഒരു അങ്ങാടി തന്നെ, ഒരു ടൗൺ തന്നെ എന്താണ് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ ഈ ചാലിയാർ പുഴയിലേക്ക് എത്രയോ മനുഷ്യർ ഒഴുകിപ്പോയി. അവിടെയുള്ള ചളിയിലും മണ്ണിലും എത്രയോ ആളുകൾ ആഴ്ന്നുപോയി. അവർക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയില്ല. ജീവനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷെ എല്ലാ വിഭാഗം ആളുകളുടെയും, എല്ലാ വിഭാഗം സംവിധാനങ്ങളുടെയും, അതിൽ എടുത്തു പറയേണ്ട കാര്യം, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഒന്നിച്ചു നിന്നു. കേരളത്തിലെ ഭരണ കക്ഷിയും അതേപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഒന്നിച്ചു നിന്നു. മറ്റൊരു അർത്ഥത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും പോകാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ അപകടമുഖത്ത് നിന്ന് പരമാവധി പേരെ രക്ഷിക്കാനും ഈ ദുരന്തത്തിൽപ്പെട്ടുപോയ ആളുകൾക്ക് ആവശ്യമായ അടിയന്തര ആശ്വാസം എത്തിക്കാനുമുള്ള നടപടികൾ ശരിയായ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളൊരു മാതൃക എന്ന് പറയുന്നത്. ഇപ്പൊ ഷിരൂരിന്റെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ പ്ലാനിങ് കൊണ്ട് മാത്രം കാര്യമില്ല. സ്റ്റേറ്റിനും അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ പിറകിലുള്ള ജനങ്ങൾക്കും ഇച്ഛാശക്തി ഉണ്ടാക്കണം. ഇപ്പോ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആരും അങ്ങോട്ട് പോകരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായിക്കൊണ്ട് ഏത് തരത്തിലുള്ള അപകടകരമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് വയനാട്ടിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ അപകടത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് അടിയന്തരമായ ആശ്വാസം, ഭക്ഷണമായാലും വസ്ത്രമായാലും മരുന്നായാലും അതെല്ലാം എത്തിച്ചു കൊടുക്കാനുള്ള, ഇത് ഞൊടിയിട കൊണ്ടാണ് കേരളം ആകെ ഒന്നിച്ച് ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക്, ഈ ഒരു വളണ്ടിയറി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങത്ത്. ഇത് തീർച്ചയായിട്ടും നമുക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം ദുരന്തങ്ങളെ ഇപ്പൊ 2018-ലെയും 2019-ലെയും ഒക്കെ ദുരന്തങ്ങളെ കണ്ടവരാണ് നമ്മൾ, അതിനെ അതിജീവിച്ചവരാണ് നമ്മൾ. 2019 ഇപ്പോ ഈ മേഘസ്ഫോടനത്തെ, ഉരുൾപൊട്ടലിന്റെ അതേ സ്ഥലം തന്നെയാണ് പുത്തുമല എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ ഈ മേഘസ്ഫോടനത്തെ ഇതേ രീതിയിൽ അതിജീവിച്ചവരാണ്. കവളപ്പാറയിലെ ഉരുൾപൊട്ടലിനെ ഇതേ രീതിയിൽ അതിജീവിച്ചവരാണ് നമ്മൾ. പക്ഷെ പ്രകൃതിയുടെ വളരെ അപകടകരമായ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്ന ഇത്തരം ആപത്തുകളെ ഒന്നിച്ചു പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ കാര്യത്തിൽ ഒരു മാതൃകാപരമായ നീക്കം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റാത്ത, മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദുരന്തമുഖമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തത്തിൽ പെട്ടുപോയ മനുഷ്യരെ എങ്ങനെയെല്ലാം രക്ഷിച്ചെടുക്കാം, എങ്ങനെയെല്ലാം അവരെ ആശ്വസിപ്പിക്കാം, അവരുടെ ജീവന്റെ മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ടവരുടെ മാത്രമല്ല, അവർ നിലനിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജീവനുപാധികൾ പോലും ഈ ഉരുൾപൊട്ടൽ, ഈ മലയിടിച്ചിലിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എല്ലാം ഈ വെള്ളത്തിനടിയിലായി പോയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ അവരുടെ ഒരു പുനരുദ്ധാരണം, അവരുടെ ഒരു പുനരുജ്ജീവനം വളരെ പ്രധാനമാണ്. ഇന്ന് ഈ അപകടകരമായ ഒരു ഘട്ടത്തെ, ഈ അത്യാഹിത ഘട്ടത്തെ മറികടന്നുകൊണ്ട് അത്തരത്തിലുള്ള ആശ്വാസ നടപടികളിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. അപ്പൊ അതിന് മുഴുവൻ കേരളത്തിന്റെയും
അതിൽ കക്ഷി ഭേദമോ മതഭേദമോ ഒന്നും ഇല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിന്ന് ഈ ദുരന്തമുഖത്ത് വിട്ടുപോയ മനുഷ്യരോടൊപ്പം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ രക്ഷാ സൗകര്യങ്ങളും ഉണ്ടാക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഷിത പറഞ്ഞതുപോലെ ഇത് വളരെ മാതൃകാപരമായ കേരളത്തിന്റെ സവിശേഷമായ ഒരു ഇടപെടലായിട്ട് തന്നെ നമുക്ക് കാണാം.